വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനും തേജാപ്പിയും വിൻചാട്ടനും കൂടി പോണത് എൻ്റെ വീട്ടിലേക്കാട്ടോ. എൻ്റെ വീട്ടിലേക്ക് വല്യമ്മയുടെ വീട്ടിലേക്കാണ് പോണത്. ചേട്ടൻ്റെ മാരേജ് ചെറുതായിട്ടൊന്ന് സെറ്റായ പോലെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് അവർ കാണാനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അല്ലേ. തേജുവിന് പനി ഉണ്ട് കേട്ടോ. ഇന്നലെ രാത്രി തേജുവിന് പനിച്ചു. ഇപ്പോഴും ചെറുതായിട്ട് പനിക്കണമൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ് എന്തായാലും. അപ്പോൾ അതേ വിൻചാട്ടൻ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ കാണാം. ആരും ഒന്നുമില്ല കേട്ടോ. ആര്യക്ക് പിന്നെ എന്തായാലും വരാൻ ലോങ്ങാണ്. ഇത് പെട്ടെന്ന് റെഡി ചെയ്താൽ തോന്നുന്നു. അപ്പം ഞങ്ങൾ പോവാണ്. നല്ല വെയിലുണ്ട്. അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പം പോവാം. ബൈക്കുമേ പോണ്. അയ്യോ കണ്ണട എടുത്തില്ലല്ലോ. കണ്ണട വെച്ച കണ്ണു എവിടെ അടിക്കലായിട്ടിരിക്കണ്. ഇപ്പം അടിക്കലായിരിക്കണ്. നല്ല വെയിലുണ്ട് കേട്ടോ. ഓ ഞാൻ സംസാരിക്കുന്നത് ഇവനുള്ളൊരു സ്വഭാവമാണ്. നമ്മളെന്താ ഇത് ഞാൻ തയ്ച്ച ചുരിദാറാണേ. കുറേ നാളായിട്ട് തയ്ച്ച് വെച്ചിട്ട് ഇട്ടിട്ടില്ല. എപ്പോഴാണ് ഉള്ളത്. പാൻറ്റ് ബ്ലൂ കിട്ടാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ വൈറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കാണ്. നമ്മുടെ കുളം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി വീട്ടിലേക്ക് എത്തട്ടെ. അങ്ങനെ അതേ ഞാൻ വീടെത്തിയിട്ടാ. ഞാൻ ക്യാമറ എടുത്ത് കണ്ടപ്പോൾ തന്നെ അച്ഛൻ വേഗം ഓടി. അത് പാപ്പനാട്ടോ പോയത്. വിൻചാട്ടനോട് സംസാരിക്കുകയായിരുന്നു. അങ്ങനെ അതേ ഞങ്ങൾ വീട്ടിലേക്ക് കയറുകയാണ്. മഴ പെയ്തിട്ട് ആകെ വീട്ടിൽ ഫ്രണ്ട് മൊന്ത പിടിച്ചിട്ടൊക്കെ എടുക്കണത്. എന്നിട്ട് ഇതേ അച്ഛൻ തേജപ്പനെ എടുത്തോട്ടെ. അച്ഛൻ ക്യാമറ കൊണ്ട് വരുന്നതുകൊണ്ട് അച്ഛൻ വേഗം തിരിഞ്ഞ് നിന്നിട്ട് വേഗം തിരികെ അച്ഛൻ. പിന്നെ പിൻഭാഗ കാട്ടുള്ളൂ. അച്ഛൻ തീരെ ഫേസ് ചെയ്ത് തരില്ല. ഒക്കെ മാറി നിൽക്കുള്ളൂ. പിന്നെ അതേ വിൻചാട്ടൻ വണ്ടി അവിടെ വെച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. അമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ആര്യ ആദർശമാണ്. അമ്മ വല്യമ്മയുടെ വീട്ടിലായിരുന്നു. അപ്പം ഞാനിത് ജസ്റ്റ് ഇവിടെ വന്ന് കയറി അച്ഛൻ ഞങ്ങളെ കാത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വല്യമ്മയുടെ വീട്ടിലേക്ക് പോവാട്ടോ ചെയ്തത്. അച്ഛനും പിന്നാലെ വന്നു. തേജുക്ക് കരഞ്ഞിട്ടാട്ടോ പോണത്. തേജുവിൻ്റെ ഒരു പാട്ടക്കാറുണ്ട് ഇവിടെ. ആ പാട്ടക്കാർ കൊടുത്തിട്ട് അവൻ ആ വീട്ടിലേക്ക് പോകണമെന്നു. ഈ റോഡിൽ കൂടെ ആദ്യം ഇവിടെ നിൽക്കുമ്പോൾ കാർ പിടിച്ച് നടന്നിരുന്നു. ഇപ്പം ആകെ കാറ് നാശമായി. പിന്നെ നിൽക്കേണ്ട ആൾക്കാർ വരില്ല അവിടെ. അവനാ അങ്ങോട്ട് തരുന്നേ. അവനാ കാറ് കൊണ്ട് അങ്ങോട്ട് പോകണം നദിയാണ്. ഇതാണ് ഈ പ്രായത്തിൽ തന്നെ സ്വന്തമായി കാറുണ്ട് കുട്ടിക്ക്. എൻ്റെ അഹങ്കാരാണ്. അങ്ങനത്തെ വല്യമ്മയുടെ വീട്ടിലേക്ക് പോകണ വഴിക്ക് ഞാൻ വിൻചാട്ടനെ കൊണ്ട് വെറുതെ കുറച്ച് റീൽ എടുപ്പിക്കുകയായിരുന്നു കേട്ടോ. അത് ഞാൻ തയ്ച്ച് ചുരിദാറില്ല. അപ്പം ഞാൻ വിചാരിച്ചു 2-3 വീഡിയോസ് കൊടുക്കാമെന്ന്. പക്ഷേ ഗൈസ് ഞാൻ നന്നായി വണ്ണം വെച്ച് ബോറായി വരുന്നുണ്ട്. കാരണം എനിക്ക് ചുരിദാർ ഇടുമ്പോഴാണ് ആ ഒരു വൃത്തികേട് അറിയണത്. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ അതേ വല്യമ്മയുടെ വീട്ടിലേക്ക് കയറുക കേട്ടോ. വേലക്കാരി ജാനു എവിടെ വീട്ടില് പണിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ മാളുവിനെ ബന്ധപ്പെടുക. ആർക്ക് വേണമെങ്കിലും മാളു തട്ടം വൃത്തിയാക്കുക, പൊടി തട്ടുക, മാളുവിനെ ഏർപ്പെടുക. കണ്ട ഇത്രയും നന്നായി പണിയെടുക്കുന്ന ആള് ആകെ പൊളിച്ചടക്കുന്നു. പിന്നെ അതെ ഞാനും പണിയിലേക്ക് കിടന്നു. എവിടെ പോലും നമുക്ക് പിന്നെ പണി എവിടെ നിന്ന് കിട്ടൂലോ. അങ്ങനെ അതെ ഞാനും പിന്നെ രാധികേച്ചി പിന്നെ ആര്യ ഞങ്ങൾ 3 പേരാണ്. അതായത് അച്ഛൻ്റെ സഹോദരന്മാരിലുള്ള പെൺകുട്ടികൾ കേട്ടാ. മാളു പാപ്പൻ്റെ മോളാട്ടാ. അപ്പം ഞങ്ങൾക്കാലോ സ്ഥാനം എന്താ പറയുക പെങ്ങന്മാർ എന്നുള്ളത്. അപ്പം ഞങ്ങളവിടെ തകൃതിയായ പണിയിലാണ്. വെള്ളം കലക്കലും. ഞാൻ നേരം വൈകിട്ട് വന്നത് ഞങ്ങളോട് രാവിലെ നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ തേജപ്പിന് തലേദിവസം പനിച്ചപ്പോൾ രാവിലെ എണീറ്റപ്പോഴും പനി ഉണ്ടായിരുന്നു. പോകാൻ പറ്റില്ല എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ മരുന്ന് കൊടുത്തപ്പോൾ പിന്നെ വിൻചാട്ടൻ പറഞ്ഞു കുഴപ്പമില്ല പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി. അങ്ങനെ അതേ പിന്നെ ഞങ്ങൾ പണിയിലാട്ടെ. ഞാൻ വരുമ്പോഴേക്കും ഒരുവിധമൊക്കെ അവിടെ കഴിഞ്ഞിരിക്കുന്നു. വൃത്തിയാക്കലും ചെറുകിട പണികളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് ചെറിയ പണി തന്നെ കിട്ടുള്ളൂ. ഈ ഒരു വെള്ളം കലക്കലിനെ കിട്ടിയുള്ളൂ. അപ്പോൾ ഉള്ളത് ഞാൻ സെറ്റാക്കിയിട്ടാ. പിന്നെ അത് രാധികേച്ചി ആട്ടോ. എൻ്റെ അപ്പുറത്ത് ഇത് വല്യമ്മ. എൻ്റെ അപ്പുറത്ത് നിന്നിരുന്നത് രാധികേച്ചിയാണ്, വല്യച്ഛൻ്റെ മോള്. അപ്പോൾ അത് അച്ഛൻ്റെ അമ്മ ആട്ടത്. അങ്ങനെ എല്ലാവരും പണിയിലാണ്. ഒരുപാട് നാൾക്ക് ശേഷമാണ്. അതായത് ആര്യയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 1.5 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്കിപ്പോൾ ഇനി അടിച്ചു പൊളിക്ക് അടുത്തൊരു കല്യാണം വരാൻ പോണത്. അങ്ങനെ അതേ ഞങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. ഇത് മാളുമാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവളെ അങ്ങനെ ഫോക്കസ് ചെയ്ത് എടുക്കുന്ന അവൾക്കറിയാം. അവളിപ്പോൾ പതുക്കെ ഫോൺ എടുത്തിട്ട് അവൾ വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ അവൾ നിൽക്കുന്നുണ്ട്. അവൾ അടുത്ത് തരുന്ന ആളിട്ടാ.
അങ്ങനെ പിന്നെന്താ, പിന്നെ ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞിട്ട് നിൽക്കുകയാണ്. വേറെ ഒന്നല്ല ഓൺ വോയിസ് കൊടുത്ത്, ആകെ ലഹള ഉണ്ട്, അതാണ് നമ്മൾ ഓൺ വോയിസ് കൊടുത്തേക്കണത്. അങ്ങനെ തേജു വിൻഷാടിൻ്റെ മടിയിലാട്ട, പനി നന്നായിട്ടുണ്ടായിരുന്നു. അവനവൻ വിൻഷാടിൻ്റെ മടിയിൽ നിന്ന് എനിക്കിടുന്നില്ല. ഞാൻ പിന്നെ അവിടെ അകത്ത് പണിയിലായിരുന്നു. അങ്ങനെ നമ്മളവിടെ ക്ലീൻ ആക്കിയിട്ട് എല്ലാം വെള്ളം കലക്കലൊക്കെ കഴിഞ്ഞിട്ട് ഫുൾ അവിടെ ക്ലീൻ ആക്കി ഒതുക്കി വെച്ചു. പിന്നെ ചേട്ടൻ എന്തോ ഫുഡൊക്കെ എടുക്കാൻ പോയി കിടന്നു കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചേട്ടനും വന്നു. ചേട്ടൻ മീൻസ് വെളിച്ചൻ്റെ മോൻ അതാ വിൻഷാടിൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. ചേട്ടനെ വന്ന് ഡ്രസ്സ് മാറുക കേട്ടോ, അവരോട് എത്താറായി എന്ന് പറയുമ്പോൾ. അങ്ങനെ കുറച്ച് ബേക്കറി ഐറ്റംസും കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ സെറ്റാക്കി, പഴവും അങ്ങനെ എന്തൊക്കെയോ കുറച്ച് സംഭവങ്ങളുണ്ട്, ഒക്കെ പ്ലേറ്റിൽ സെറ്റാക്കിയിട്ട് എല്ലാം വെച്ചു. പിന്നെ ഫുള്ള് ടെൻഷനാട്ടോ, അവർ വന്ന് കാണല്ലേ. അപ്പം അമ്മ എന്തൊക്കെയോ പാത്രങ്ങൾ അത് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സാധനങ്ങളൊക്കെ ആക്കി വെക്കേണ്ട, ഫുഡൊക്കെ വരുത്തിച്ചേക്കായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റാക്കേണ്ടി ഏതിലാണ് വെക്കാന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. പിന്നെ ഞാൻ തേജപ്പന് ഫുഡ് കൊടുക്കാതിരിക്കാം കേട്ടോ. അവൻ കഞ്ഞി കുടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അവർ വരുമ്പോഴേക്കും അവന് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവന് കുറച്ച് ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചേ കഴിച്ചുള്ളൂ, നല്ല പനി ഉണ്ടായിരുന്നു. അപ്പം അത് അങ്ങനെ അവന് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ മോളെ എന്റെ കയ്യിൽ സ്ഥിരം നോക്ക്. അങ്ങനെ അവർ വന്നു കേട്ടോ. അവർ കുറച്ച് പേരുണ്ടായിരുന്നു, വീട് കാണാൻ വന്നതാണ്. അപ്പോൾ അവർ വന്നു. പിന്നെ നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യായിരുന്നു. എന്താടാ പറയേ. അപ്പം മാളും അവനിരുന്ന് ചൊറിയാണ്. ഓരോ പെൺകുട്ടികളുടെ പേരൊക്കെ പറഞ്ഞിട്ട് അവനെ കളിയൊക്കെയാണ്. അവന് ക്ലാസ്സിലെ പെൺകുട്ടികളുടെ പേരൊക്കെ ചോദിച്ചിട്ട്. പിന്നെ നമ്മളിതേ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. അവർ പോയി. അപ്പോൾ അച്ചാച്ചനാട്ടോ ഞങ്ങളുടെ ചേച്ചിയുടെ പിന്നെ കൂടെ പോണത്. അങ്ങനെ അവർ പോയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാട്ടിരുന്നിട്ട് പൊറാട്ട, ചിക്കൻ, പിന്നെന്താ ചപ്പാത്തി, പിന്നെ വേറെ എന്തൊക്കെ ഐറ്റംസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോവാനുള്ള പരിപാടി കേട്ടോ. അതായത് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാനുള്ള പരിപാടിയാണ്. തേജു ഇറങ്ങിയിട്ടാ. തേജു പോവാ പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട്. കാരണം അവൻ്റെ കാറ് അവിടെ കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ വിൻഷാട്ട് എല്ലാവരോടും യാത്ര പറയാൻ പോവുകയാണ്, ഇറങ്ങാമെന്ന് പറയാൻ പോവുകയാണ്. അപ്പോൾ അവന് വീട്ടിൽ പോയിട്ട് കാർ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ പോവാ പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുന്നുണ്ട്. വണ്ടി മാള് പോയോ? കേട്ടില്ലേ, കാർ ഓടിക്കട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ആൾ പോണത് കേട്ടോ. അങ്ങനെ അതേ വേഗം ചെന്ന് കാർ എടുത്തു. കാറ് അവന് റോട്ടിൽ കൂടെ തന്നെ ഓടിക്കണം. അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ കാർ ഓടിക്കട്ടെ. കാരണം തുഴഞ്ഞ് അതുകൊണ്ട് CID മ്യൂസിയത്തിൽ പോവില്ലേ, കാല് ഉള്ളിലിട്ടിട്ട് തുഴഞ്ഞ് പോണത്, അതേപോലത്തെ ഒരു കാറാണിത്. സംഭവം ചവിട്ടാണ്ട്, പക്ഷെ അവൻ ചവിട്ടില്ല, അവൻ തുഴഞ്ഞിട്ടേ പോവുള്ളൂ. അങ്ങനെ അച്ഛനും കൂടിയിട്ട് കുറേ നേരത്തെ റോട്ടിൽ നിന്ന് കളിച്ചു. പിന്നെ അവൻ എന്തൊക്കെയോ പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട്. പനിയുടെ വാശി നല്ലോണം ഉണ്ടായിരുന്നു. അത് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല വാശി ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ അവൻ വാശി പിടിക്കണപ്പോൾ പിന്നെ അമ്മ പോയി നോക്കി. അച്ഛന് ദേഷ്യം വന്ന് അച്ഛൻ ചീത്ത പറഞ്ഞു തുടങ്ങിയാണ്. ലാസ്റ്റ് അമ്മ ഇറങ്ങി. അമ്മയും കൂടി അവർ എന്തോ ഉദ്ദേശിക്കണമെന്ന് നമുക്ക് മനസ്സിലാവണില്ല. അവൻ അങ്ങോട്ട് പോകണം എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ അമ്മ പാപ്പൻ്റെ മോടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ വിളിച്ചു, എടാ ഒന്ന് നോക്കി നോക്ക്, അവൻ്റെ കൂടെ പോയി നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവൻ ഭയങ്കരമായിട്ട് പടച്ചിട്ടാണ് പോണത് കാറ്.
പിന്നെ അവൻ വന്നപ്പോഴും അവൻ വിട്ടുകൊടുക്കില്ല, അവൻ എന്താ ഉദ്ദേശിക്കണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. എന്നിട്ട് കുറേ നേരം നിന്ന് ഓടിച്ചോട്ടെ, പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോകണ്ട. അപ്പം ഞാൻ തേജു വീട്ടിലേക്ക് പോകാൻ മതി, ഇനി വരുമ്പോൾ ഓടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറഞ്ഞു നോക്കി. അങ്ങനെ വിൻഷാട്ടിനും അത് ഞങ്ങൾ പോവാച്ചിട്ട് ഇറങ്ങി. കാരണം 5 മണിയൊക്കെ ആവാറായിട്ടുണ്ട്, ഒരുപാട് നേരം ആയി തുടങ്ങി. അപ്പോൾ പിന്നെ ഇനി മഴ വരുമോ ഇല്ലയെന്നൊന്നും ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ല. അപ്പം ഞങ്ങൾ ഇതേ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവനങ്ങനെ വിളിക്കുകയാണ്, പോവാന്നൊക്കെ പറഞ്ഞിട്ട്. ലാസ്റ്റ് കരയുന്നുണ്ട് കേട്ടോ, കാറുകൊണ്ട് അവൻ കാറുകൊണ്ട് വരാമെന്നൊക്കെ ഞങ്ങളോട് പറയണത്. അങ്ങനെ എന്നിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് അവൻ പോരണമെന്നില്ല, കുറേ നേരം ഇതുകൊണ്ട് തന്നെ ഉന്ത് കിടന്നു. ലാസ്റ്റ് 1-2 പറഞ്ഞിട്ട് ഞങ്ങൾ കുട്ടീനെ ഇറക്കി, കാറിൽ നിന്ന് ഇറക്കി. അമ്മ കൊണ്ട് വീട്ടിൽ കാറും വെച്ചു. പിന്നെ നമ്മൾ പോവാട്ടോ ചെയ്തത്. പോണ വഴിക്ക് തിച്ചൂരെത്തിയപ്പോൾ അവിടെ പുതിയതായിട്ട് തുടങ്ങിയതാ തോന്നുന്നു ചെടിയുടെ ബിസിനസ്. അപ്പം ഞങ്ങളൊന്ന് അവിടെ കയറി നോക്കി. എനിക്കാണെങ്കിൽ ഈടെയായിട്ട് ഭയങ്കരമായിട്ട് ചെടിയുടെ ഫുൾ പ്രാന്ത് കയറിയ ടൈമാണ്. അപ്പം ഞാൻ എവിടെ ചെടി കണ്ടോ ഒക്കെ വാങ്ങാന്നല്ല, എവിടെ ചെടി കണ്ടോ നമ്മളെ കൂടെ പറ്റാവുന്ന രീതിയിലുള്ളത് വാങ്ങും. അപ്പോൾ വലിയ ചെടികൾക്കൊക്കെ ചോദിച്ചപ്പോൾ അത്യാവശ്യം വെച്ചാൽ വലിയ റേറ്റ് അല്ല, 400-500 റേഞ്ചിനൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അത്ര വലുതിപ്പോൾ വാങ്ങണ്ട വിചാരിച്ചു, കാരണം എനിക്ക് അതിനെ ശുശ്രൂഷിച്ചിട്ട് യാതൊരു പരിചയമില്ല. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. എനിക്ക് എന്തോ ചെടികളൊക്കെ വെച്ചപ്പോൾ ഒരു ഭംഗി തോന്നി. അപ്പം ഞാൻ പിന്നെ അങ്ങനെ ഇതാക്കിയതാണ്. അപ്പോൾ നമ്മൾ കുറവിൻ്റെ എടുത്തു, ഒരു മണി പ്ലാന്റ് അങ്ങോട്ടായിട്ട് എടുത്തു കിട്ടാം, അതിന് കട്ട് ചെയ്തിട്ട് വെക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ മണി പ്ലാന്റ് എടുത്തു. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞു ചെടികൾ, ഇവിടെ ചെടിക്കൊട്ടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതും എടുത്തു. ഞാൻ 6-7 ചെടിക്കൊട്ടകൾ എടുത്തു. എനിക്ക് ആ വൈറ്റ് കളറുള്ളതൊക്കെ വാങ്ങണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഞാനിപ്പോൾ വാങ്ങിയില്ല. നോർമൽ കുറവിൻ്റെ കൊട്ടകളാട്ടോ വാങ്ങിയത്. അത് വാങ്ങി. പിന്നെ ചെടികളും അതേ, നമ്മൾ ഏകദേശം 50 രൂപയുടെ ചെടികളൊക്കെ ഉണ്ട്, അതൊക്കെ വാങ്ങിയിട്ടോ. എനിക്ക് വലുത് വാങ്ങണം എന്നുണ്ട്, പക്ഷേ നമുക്ക് മുറ്റം ഇപ്പം ഈ മഴയുടെ സീസണും കൂടി ആയിട്ട് വെള്ളം കയറി ആകെ കുളമാവും, മുറ്റമൊക്കെ ആകെ നാശാവല്ലേ ചെയ്യും. നമ്മൾ കട്ട വിരിക്കുകയൊന്നും ചെയ്തിട്ടില്ല, മതിൽ കെട്ടിയിട്ടില്ല. അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് സെറ്റായിട്ട് നല്ല ഭംഗിയുള്ള ചെടികൾ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ ഞാൻ തൽക്കാലം ചെറിയ നോർമൽ ഭംഗി തോന്നണ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ചെടികൾ എടുത്തിട്ട് പിന്നെ ഞാൻ 2 ഇൻഡോർ ചെടിയായിട്ട് എടുത്തത് നമുക്ക് അകത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. തേജപ്പൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത്. എന്തെടുക്കുന്നുണ്ട്? വീഡിയോ എടുക്കുന്നുണ്ട്. നീ എന്താ ചെയ്യണേ? ആറ്റിറ്റ്യൂഡ് ഇട്ട് നടന്നു പോരെന്നാ. പോരെ, ഓണാക്കിണ്ട് പോരെ. വീഡിയോ ഓണാ, പോരെ. പോരെ. ഇനിയിപ്പോൾ ഇത് പോരെ, നീ വരാ. ഇതിപ്പോൾ എങ്ങനെ കൊണ്ടുപോകാന്നൊരു പണിയായി. ഞാനെങ്ങനെ പിടിക്കും? ഇത് നല്ല രസമില്ലേ കൊട്ടയിലിരിക്കണമൊക്കെ? അത് എവിടെയെന്നറിയോ? അവരുടെ വീടിൻ്റെ ആ മതിലിൻ്റെ അടിയിലൊക്കെ നല്ല അടിപൊളിയായി. ചെടികളൊക്കെ ലാസ്റ്റ് എടുത്തപ്പോഴാണ് എനിക്ക് കത്തിയത്, ഈശ്വര ഇതൊക്കെ പിടിച്ച് ഞങ്ങൾ എങ്ങനെ ബൈക്കുമ്പോൾ പോകുന്നു. അങ്ങനെ നമ്മൾ ബില്ല് കൊടുക്കാൻ നിൽക്കുകയാണേ. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കണില്ല, നേരെ വീട്ടിലേക്ക് പോയി. കാരണം ആ ചേച്ചി ബൈക്കുമ്പോൾ എല്ലാം കയറ്റി വെച്ച് തന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരുന്നിട്ടാണ് ഞങ്ങൾ ബൈക്കുമ്പോൾ പോയത്. ഗൈസ് ഇതാട്ടോ ഇത്ര ചെടിയാണ് ഞാൻ വാങ്ങിയേക്കണത്. ഇത് മണി പ്ലാന്റ് ആണ്. ഇത് 2 ഞാൻ അകത്ത് വെക്കാൻ വെച്ചിട്ടാണ്, ഇത് പുറത്തെവിടെയെങ്കിലും. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് കൊട്ടകളും വാങ്ങിച്ചു കൂട്ടാണ്. ചെടികൾ വരുമ്പോൾ ചെടികൾ കിട്ടുമ്പോൾ വെക്കാമല്ലോ. പിന്നെ ഇത് സെറ്റ് ചെയ്യട്ടെ ഞാൻ. ഗൈസ് തേജപ്പൻ സൈക്കിള് ചവിട്ടാൻ പോവാട്ടാ. തേജുവിന് കുറച്ചേരം അവരുടെ പോടെ ചവിട്ടി കളിച്ച് വരും. ചവിട്ടില്ല, ചിലപ്പോൾ മുന്തി നടക്കുക ചെയ്യുള്ളൂ. അത് വെള്ളം കയറിയിട്ട് ചീഞ്ഞു. ഇതിൽ വെച്ചു കൂട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. ചേട്ടതാ പോണു കേട്ടാ. അപ്പം അതെ ഇതിവിടെ വെച്ചു കേട്ടോ, ഇതിവിടെ വെച്ചു. ഇനി മറ്റേ ചെടികൾ എവിടെ വെച്ചെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. മണി പ്ലാന്റ് ഇതാ ഞാനിവിടെ സെറ്റ് ചെയ്തു കണ്ടോ. ഇതിവിടെ വെച്ചു. ഇതകത്ത് വെക്കാൻ പറ്റിയതാണെന്നാ ചേച്ചി പറഞ്ഞു കേട്ടോ. അതാണ് ഞാനത് ഇവിടെ തന്നെ വെച്ചത്. അങ്ങനെ എനിക്കിവിടെ കുറച്ചും കൂടി വലിയ ഇത്തിരി ഹൈറ്റ് ഉള്ളത് വെക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഹൈറ്റ് ഉള്ളതൊക്കെ റേറ്റ് ചോദിച്ചപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് വാങ്ങണ്ടെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ കുറവിൻ്റെ ആയിട്ടാണ് വാങ്ങിയേക്കണത്. ഇതിന് 50 രൂപയുള്ളൂ കേട്ടോ ഈ സാധനത്തിനൊക്കെ. തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് ഹൈറ്റ് ഉള്ളത് വെക്കുമ്പോൾ അവിടേക്ക് സെറ്റ് ചെയ്യാം.
അപ്പോൾ ഇത് ഇവിടെ കേട്ടോ മണി പ്ലാന്റ് ഒരെണ്ണം കിച്ചണിലും കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും കൂടെ ഒക്കെ മാറ്റും ഞാൻ. അപ്പം അങ്ങനെ ഇന്ന് വന്നിട്ട് വന്ന വഴിക്ക് ഇതാട്ടോ ചെയ്തേക്കണ്. മേലകളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ 6:15 ആയിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ അവിടെ റോട്ടിലാണ് തേജുണ്ട് ഒപ്പം കുട്ടികളൊപ്പം. അപ്പം ഞാനിത് സെറ്റ് ചെയ്യാൻ നിന്നു. ഇനി ഞാൻ പോയിട്ട് മേലെ എടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ മേലെ എഴുകിയിട്ട് കുറച്ച് നേരം അവിടെ പോയിരിക്കും. അതും കൂടി വീഡിയോയിൽ എടുക്കാം. അപ്പോൾ എന്തായാലും മേലെ എഴുകിയിട്ട് വരാം കേട്ടോ. പ്ലീസ് എൻ്റെ മേലെ എഴുകൽ കഴിഞ്ഞു കേട്ടോ. ഞാനൊന്ന് ജസ്റ്റ് റോട്ടിലേക്ക് പോവുകയാണേ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയണു, നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഉള്ള പോലെ തന്നെ നമുക്ക് നെഗറ്റീവും പോസിറ്റീവ്സും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നമ്മളെല്ലാം ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇടുകയാണ്. ഒന്നിപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടൊന്നും ചെയ്തിട്ടോ ഒന്നും ഇടണില്ല. അപ്പം നമ്മൾ ചെയ്യണതിൽ മിസ്റ്റേക്കുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ. ചെയ്യാൻ കുറേ പേര് പറയാറുണ്ട്, ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പാടാത്തുണ്ടെങ്കിൽ ചേച്ചി ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാവരും പറയുക. നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പാടാത്ത നമ്മൾ വീട്ടിലിപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം, അങ്ങനെ ചെയ്യാൻ പാടില്ലെങ്കിൽ. അപ്പോൾ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യണു. പിന്നെ കുറച്ച് പേര് കണ്ടിന്യൂസ്ലി ചോദിച്ച് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മളൊരു വീഡിയോ ആയിട്ട് എന്തായാലും ചെയ്യാം കേട്ടോ. മസ്റ്റായിട്ടും അത് ചെയ്യുന്നുണ്ട്. പിന്നെ Q&A ചെയ്തിട്ടില്ല, വീഡിയോ എടുത്തിട്ടില്ല. ഇപ്പോൾ സൺഡേ ആണ് ചേട്ടന് ഒഴിവ്. അപ്പോൾ ചേട്ടൻ്റെ കൂടെ എടുക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെയൊക്കെ ആയിട്ട് ഓരോ ദിവസത്തിൽ നമ്മൾ തിരക്കിൽ പോവും. അതുകൊണ്ടാണ്. അപ്പം Q&A ചെയ്യാം. അതിൽ വന്ന ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യാം കേട്ടോ. അതാണ് ഞാൻ Q&A പോസ്റ്റിൽ റിപ്ലൈ തരാത്തത്. കുറേ പേര് റിപ്ലൈ ഒന്നും കൊടുക്കണില്ല, അങ്ങനെയൊക്കെ ഒരുപാട് പേര്. അപ്പോൾ എനിക്ക് ഭയങ്കര ഫീലായത്. ഞാൻ ടീച്ചർ ഇപ്പം തന്നെ ഇങ്ങനെ നെഗറ്റീവ്സ് ഒക്കെ വരുന്നുണ്ട്, ഞാൻ യൂട്യൂബിൽ ഇനി വീഡിയോ ഒന്നും ഇടുന്നില്ല എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ചേട്ടനാ പറഞ്ഞ അതൊക്കെ ഉണ്ടാവും, ഈ കാര്യമൊക്കെ ഉണ്ടാകുന്നു. ഞാൻ വേറെ ഒന്നുമല്ല, Q&Aയിൽ നമ്മൾ Q&A പോസ്റ്റിൽ നമ്മൾ റിപ്ലൈ കൊടുത്താൽ പിന്നെ നമ്മൾ Q&A വീഡിയോ ചെയ്യണതിന് ഒരു അർത്ഥം ഉണ്ടായിരിക്കില്ല. അപ്പോൾ Q&A പോസ്റ്റിൽ ചോദിച്ചതിനുള്ള ആൻസറൊക്കെ നമ്മൾ ചെയ്യാം. പിന്നെ കമൻറ്റിന് എന്താ റിപ്ലൈ തരാത്തതെന്ന് വെച്ചാൽ, ഞാനങ്ങനെ യൂട്യൂബിൽ അങ്ങനെ ഇരിക്കണ ഒരാളല്ല. അതായത് യൂട്യൂബ് ഇപ്പോൾ യൂസ് ചെയ്യണത് തന്നെ ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ യൂട്യൂബ് യൂസ് ചെയ്യലും മറ്റേത് ഞാൻ യൂട്യൂബ് എന്നുള്ള ഒരു ആപ്പ് ഓപ്പൺ അങ്ങനെ തുറക്കാറോ അല്ലെങ്കിൽ യൂസ് ചെയ്യാറോ ഒന്നുമില്ല. ഞാൻ യൂട്യൂബ് എന്ന് പറഞ്ഞ സാധനം ഞാൻ തീരെ യൂസ് ചെയ്യാറില്ല. എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ ഒന്ന് എടുത്ത് നോക്കുക എന്നല്ലാണ്ട് ഒന്നും ഞാൻ കാണാറില്ല. ഞാൻ ഫുൾ വെറും ഇൻസ്റ്റഗ്രാമിൽ റീല് കാണുക, പോസ്റ്റ് കാണുക, അങ്ങനെ കാണുന്ന ഒരാളാണ്. അപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇപ്പോൾ ഒന്ന് യൂട്യൂബൊക്കെ എടുത്ത് തുടങ്ങിയത്. എങ്ങനെയാണെന്ന് വെച്ചാൽ യൂട്യൂബിൽ വീഡിയോ ഇടുക, ഒരൊറ്റ പോക്ക് പോകും ഞാൻ. പിന്നെ ഞാൻ അങ്ങനെ ഇല്ല, കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് പോകും. അങ്ങനെ വല്ലാണ്ടായിരിക്കും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പം ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു കമൻറ്റ് വന്നാൽ ഞാൻ റിപ്ലൈ കൊടുത്തിരിക്കുക കമൻറ്റിന്. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ ഇനി ജാടാ തേങ്ങാൻ വാങ്ങാമെന്നും പറയേണ്ട വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ വേറൊന്നുമല്ല, കമൻറ്റ് ഒരെണ്ണതായിരുന്നു കേട്ടോ. ചേട്ടൻ്റെ ജോബ് എന്താണെന്ന് ചോദിച്ചു, കുറച്ച് പേര് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ 2-3 വീഡിയോയിൽ കണ്ടിന്യൂസ്ലി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയാണ് ജോബ്. പിന്നെ നമ്മൾ ആദ്യമൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ റിപ്ലൈ കൊടുത്തിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ നോക്കാറില്ല, അങ്ങനെ വിട്ട് കളയുള്ളത്. അപ്പോൾ കുറേ പേരുണ്ട്, ഇവരെന്താ ഇത്ര ഇത് ഇങ്ങനെ എന്താ ഇപ്പോൾ ഒരു റിപ്ലൈ, എന്താ ചേട്ടൻ്റെ ജോബ് എന്നൊന്ന് പറഞ്ഞാന്ന്. വേറൊന്നുമല്ല. അപ്പം ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല, അതുകൊണ്ടാണ്. വേറൊന്നും തെറ്റിദ്ധരിക്കരുത്, സത്യം പല്ലി ചലച്ചു. അപ്പോൾ ഇങ്ങനെ ചേട്ടൻ്റെ ജോബ് ഞാൻ ഇപ്പോൾ ചേട്ടൻ ബജാജ് ഫിൻസേർവിൽ കളക്ഷൻ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഒരാൾ കളക്ഷൻ ഏജൻ്റാണോ ചോദിച്ചാൽ ഏജൻ്റ് അല്ല, കളക്ഷൻ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അതാണ് ചേട്ടൻ്റെ ജോബ് കേട്ടോ. അപ്പോൾ ഞാൻ പരമാവധി ഞാൻ ഒരു വീഡിയോയിൽ വന്നത് ആ ക്വസ്റ്റ്യൻ പിൻ ചെയ്തിട്ട് ആൻസർ ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും ഇനി വീണ്ടും ചോദിച്ചു വരണ്ട വെച്ചിട്ട്. അപ്പോൾ അതാണ്, പറയണോണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നുമല്ല, ശ്രദ്ധിക്കാറില്ല. ഇപ്പം ഞാൻ യൂട്യൂബ് നല്ല ശ്രദ്ധിക്കുന്നുണ്ട്, കമൻസൊക്കെ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാട്ടെ. എന്നെ നോക്കി നിൽക്കാൻ ഞാൻ പറയണ കേട്ടിട്ട്. അപ്പം അതേ ഞാൻ പോവുകയാണേ. വിളക്ക് കൊളുത്തുന്നില്ല കേട്ടോ. അതായത് വിളക്ക് കൊളുത്താൻ ഇപ്പം എന്തായാലും പറ്റില്ല, അതുകൊണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ തേജപ്പൻ എന്താടാ ഇപ്പം കയറിയല്ലോ. അപ്പോൾ ഗൈസ്, ഇന്ന് വിൻഷാട്ടൻ പറയും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ. തേജ് പറയൂ തേജോ പറയേ അതിന്റെ പിയാ പറയേ ആ പറയേ ആചാരം വീഡിയോസ് പറയേ
പറഞ്ഞില്ലേ തുടങ്ങുമ്പോ ഇല്ല ഞാൻ പറഞ്ഞില്ല കഴിയുമ്പോൾ ഈ എന്നെ പറയാ ഇല്ല കഴിയുമ്പോ വിൻചാടൻ പറയും ഇവര് രണ്ടാളും ഇങ്ങനെ നിക്കും പറ ലൈക്ക് ചെയ്യാ ബാക്കി പറഞ്ഞ ലൈക്ക് ചെയ്യാ ബാക്കി പറഞ്ഞ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മെയിനായിട്ട് അപ്പൊ ബെൽ ബട്ടൺ ഒന്നും പോണത് അപ്പൊ എല്ലാവർക്കും ബൈ ട്ടാ റോട്ടിലാണ് ബൈ